ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मुखं करोति वाचालं पंगुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എന്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത 4-ാമത്തെ അധ്യായം ശ്ലോകം 13 നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അന്യദേവത ആരാധനയെ കുറിച്ച്, ഡെമി ഗോഡ് വർഷിപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എങ്ങനെയുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആരാധന ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളുകളാണ് അന്യദേവത ആരാധന ചെയ്യുന്നത് എന്നുള്ളതാണ് ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്നത്. അല്ലെ, നമ്മൾ കണ്ടിരുന്നു. കാങ്ക്ഷന്തഃ കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവത ക്ഷിപ്രം ഹി മനുഷ്യ ലോകെ സിദ്ധിർഭവതി കർമ്മജ. സോ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവര്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോട്, ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി ഉള്ളവര് എന്താണ് ചെയ്യുന്നത്? അവർക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടുവാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു? അന്യദേവത ആരാധന ചെയ്യുന്നു എന്നുള്ളത് ഭഗവാൻ പറയുവാണ് അർജുനോട്. അപ്പോൾ അത് അന്യദേവത ആരാധനയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു, എങ്ങനെയാണെന്നുള്ളത്. കാമ സർവകാമോവ മോക്ഷ കാമ ഉദാരതി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. നമ്മൾ വേറെ ഒരാളുടെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനുമായിട്ട് ഉള്ള റിലേഷൻ സ്ഥാപിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അന്യദേവതമാര് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഞാൻ ചോദിക്കുന്നു, ആരെങ്കിലും ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യാം ഇതിനെക്കുറിച്ച്? കമ്പാരിസൺ നമ്മൾ ചെയ്തിരുന്നു. അന്യദേവത ആരാധന ചെയ്യുന്നവരും ഭഗവാനെ ആരാധിക്കുന്നവരും പല ഉദാഹരണങ്ങൾ സഹിതമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. നമുക്ക് ഒരു റിവിഷൻ ആയിട്ട് ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ? എക്സാമ്പിൾ സഹിതം പറയൂ. അന്യദേവതമാരെ പൂജിക്കുന്നത് നമ്മൾ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മൾ ഒരു കുട്ടി, ഒരു കുഞ്ഞിന്റെ കഥയാണ് പറഞ്ഞത്. ഒരു ഐസ്ക്രീം വേണമെന്നും, വയ്യാത്ത ഒരു കുട്ടി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ അങ്കിൾ ആണെങ്കിൽ അവരുടെ ആ കുഞ്ഞിനെ കരച്ചിൽ മാറ്റാനും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് മേടിച്ചു കൊടുക്കും. അത് നമുക്ക് മറ്റുള്ള ഡെമിഗോഡ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ ഡെമിഗോഡ്സിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന യജ്ഞങ്ങളിലൂടെ അവർ പ്രീതിതരാവുകയും നമുക്കുള്ള ആവശ്യം അവരെ നിറവേറ്റി തരികയും ചെയ്യുന്നു. എന്നാൽ അതിനുശേഷമുള്ള എന്താണ് അതിനുള്ള ഫലം ഉണ്ടാവുന്നതെന്നോ, അതിന്റെ പോസിറ്റീവ് ആണെങ്കിലോ നെഗറ്റീവ് ഇല്ല, അവർക്ക് യാതൊരു ബന്ധമില്ല.
എന്നാൽ അതേ കുട്ടിയുടെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ അച്ഛൻ അതിന് പനി കൂടുതലോ എന്നുള്ള രീതിയിൽ അതിന്റെ റിസൾട്ടും കൂടെ ചിന്തിച്ചിട്ട് മരുന്ന് മേടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അല്ല ആ അന്നത്തെ ആവശ്യം അത് നടത്തണമെന്നില്ല. ഇവിടെ നമുക്ക് ഭഗവാൻ കൃഷ്ണനായിട്ട് ഉപമിക്കാവുന്നതാണ്. ഭഗവാന് എന്ന് വെച്ചാൽ നമുക്ക് ഒരു കാര്യം വേണ്ടുന്നതാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ മാത്രമേ ഭഗവാൻ അത് സാങ്ഷൻ ചെയ്ത് തരുവുള്ളൂ. ഉം. അങ്ങനെയല്ലേ പ്രഭു? അതെ, കറക്റ്റ്. താങ്ക് യു. സോ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ എങ്ങനെയാണ് ഉത്തരവാദിത്വമുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അച്ഛനാണ്. ദേവതമാരെങ്ങനെയാണ് അവർ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അല്ലേ. കാര്യം അച്ഛനും അമ്മയും കുട്ടിയുടെ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു. കുട്ടിക്ക് നന്മ വരുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. കുട്ടിക്ക് ദോഷം വരുന്നത് ചെയ്യില്ല. നേരെ മറിച്ച് അപ്പുറത്തെ വീട്ടിലെ ആളോ കടയിലെ അങ്കിളോ കടയിലെ ആളോ അവരെ സംബന്ധിച്ച് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആരെന്ത് വന്ന് ചോദിക്കുന്നു, പൈസയായിട്ട് വരുന്നു, അത് സാധിപ്പിച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല, ബിക്കോസ് അവർ റെസ്പോൺസിബിൾ അല്ല. അതുകൊണ്ട് അതേപോലെയാണ് അന്യദേവതമാരും ഭഗവാന്റെയും കാര്യം എടുക്കുകയാണെങ്കിൽ പരമദിവ്യതമ പുരുഷൻ ഭഗവാന്റെ അംശങ്ങളാണ്. നമ്മൾ ദേവതമാരുടെ അംശമല്ല. നമ്മൾ വി ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് കൃഷ്ണ. അപ്പൊ അദ്ദേഹം അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി എടുക്കും, ബിക്കോസ് നമ്മൾ അദ്ദേഹത്തിന്റെ അംശമായതുകൊണ്ട്. സോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വേറെ എവിടെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അച്ഛനുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ വേറെ ആളുടെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാര്യം ഇപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തില് നമുക്ക് നന്മ വരുന്നത് അദ്ദേഹം സാധിപ്പിക്കുന്നു. നന്മയല്ലാത്തത് അല്ലെങ്കിൽ നല്ലതല്ലാത്ത കാര്യമാണെങ്കിൽ ഒരുപക്ഷെ തരില്ല. അതാണ്. അപ്പോൾ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, ഒരുപക്ഷെ സാധിച്ചുകൊള്ളണമെന്നില്ല. ഭഗവാൻ കൃഷ്ണൻ ചിലപ്പോൾ ഒരുപക്ഷെ അത് സാധിപ്പിച്ച് തരില്ല. അപ്പോൾ അതിന്റെ അർത്ഥം ഭഗവാൻ കൃഷ്ണന് നമ്മളോട് സ്നേഹമില്ല എന്നുള്ളതല്ല, സ്നേഹം ഉള്ളത് കൊണ്ടാണ് അത് സാധിക്കാത്തത് ഒരുപക്ഷെ. കാര്യം ആ കാര്യം നമ്മുടെ യോഗത്തിൽ ഇല്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചാർട്ട് പ്രകാരം കർമ്മഫലം അനുസരിച്ച് ഒരുപക്ഷെ ഇല്ലാത്തൊരു സംഭവമായിരിക്കാം. ഒന്ന് അങ്ങനെയാവാം. അല്ലെങ്കിൽ ആ ഒരു സംഭവം അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, അത് നടക്കുവാണെങ്കിൽ നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് അകലാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരുപക്ഷെ ഭഗവാൻ അത് സാധിപ്പിക്കില്ല. അതാണ് വ്യത്യാസം. നേരെ മറിച്ച് ദേവതമാരുടെ അടുത്ത് പോകുമ്പോൾ അവര് ഒരുപക്ഷെ എല്ലാവരും സാധിപ്പിക്കുന്നു. അവര് വരും വരായികൾ നോക്കുന്നില്ല. നിങ്ങൾ എന്നെ പ്രീതിപ്പെടുത്തി, നിങ്ങൾ എനിക്ക് വേണ്ടി യജ്ഞം ചെയ്തു, ഓക്കെ ഞാൻ ഹാപ്പിയാണ് എന്ന് എന്ത് പിടിച്ചോളൂ, കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് വെച്ചിട്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് ഞങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. അത് നിങ്ങൾ ചെയ്യുമോ, അത് നമ്മൾ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, കർമ്മഫലം അനുഭവിക്കേണ്ടി വരുന്നു. സോ ഒരുപാട് ബോണ്ടേജിൽ നമ്മൾ പെട്ടു. എപ്പോഴും ഓർക്കേണ്ട പോയിന്റ് അതാണ്. ഭഗവാൻ ഉത്തരവാദിത്തമുള്ള ഒരു അച്ഛനും അമ്മയും ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ. നേരെ മറിച്ച് അന്യദേവതമാര് ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറല്ല. അപ്പൊ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി ഭഗവാൻ ഇവിടെ പറയുന്നു 13ാമത്തെ ശ്ലോകത്തില് കൂടുതൽ കാര്യങ്ങൾ വിവരിക്കുന്നു. ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ് ഇത്. 13ാമത്തെ ശ്ലോകം. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമാ വിഭാഗശ തസ്യ കർത്താരം അപി മാം വിദ്യകർത്തരാം അവ്യയം. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമാ വിഭാഗശഃ തസ്യ കർത്താരം അപി മാം വിധി അകർത്താരമവ്യയം. യെസ്, വായിച്ചോളൂ ശ്ലോകം. ആരെങ്കിലും ശ്ലോകം വായിക്കാനുള്ളവർ വായിക്കൂ പെട്ടെന്ന്, ഓരോരുത്തരായിട്ട്. ഹരേ കൃഷ്ണ പ്രഭു. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമാ വിഭാഗശഃ തസ്യ കർത്താരം അപി മാം വിദ്യ കർത്താരമവ്യയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമാ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യ കർത്താരമവ്യയം.
ഹരേ കൃഷ്ണ ഹരേ പ്രഭു. പറഞ്ഞു മാതാജി. വായിച്ചു. ഹരേ കൃഷ്ണ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ്ച തസ്യ കർത്താരമഭീമാം വിദ്യാ കർത്താരമവ്യയം. ഹരേ കൃഷ്ണ. യെസ്, അടുത്ത ആള്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യകർത്താരമവ്യയം. ഹരേ കൃഷ്ണ. താങ്ക് യു. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമപി മാം വിദ്ധി കർത്താരമവ്യയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീജല മാതാജി വായിക്കൂ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ്ച തസ്യ കർത്താരമപി മാം വിദ്യകർത്താരമവ്യയം. ഓക്കെ, വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമപി മാം വിദ്യകർത്താരമവ്യയം. ഓക്കെ, ആരെങ്കിലും വായിക്കാൻ ബാക്കിയുണ്ടോ? ബാക്കിയുള്ളവർക്ക് വായിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ ദീപേഷ് പ്രഭു മാതാജി ഇല്ലേ? ഓക്കെ, അപ്പോ വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കൂ ആരെങ്കിലും. ഹരേ കൃഷ്ണ. പ്രകൃതി സഹജങ്ങളായ 3 ഗുണങ്ങളെയും താനുസൃതങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ 4 വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചു. ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും അവ്യയനായ ഞാനല്ല അതിന്റെ ഭാവാർത്ഥം. എല്ലാറ്റിന്റെയും സൃഷ്ടികർത്താവാണ് ശ്രീ ഭഗവാൻ. ഏതൊന്നും അദ്ദേഹത്തിൽ നിന്നുളവായതാണ്. അദ്ദേഹം പുലർത്തി പോരുന്നതാണ്. അവ നശിക്കുമ്പോൾ അദ്ദേഹത്തിൽ വിശ്രമിക്കുകയും ചെയ്യും. അതിനാൽ സമൂഹത്തിന്റെ 4 വിഭാഗങ്ങളുടെയും കർത്തൃത്വം അദ്ദേഹത്തിൽ തന്നെ. സത്വഗുണ പ്രധാനികളായതുകൊണ്ട് ബ്രാഹ്മണരെന്ന് പറയപ്പെടുന്ന ബുദ്ധിശക്തി കൂടിയവരാണ് ആദ്യത്തെ വിഭാഗം. ക്ഷത്രിയരെന്ന് വിളിക്കപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗക്കാർ രജോ ഗുണ പ്രധാനികളായതുകൊണ്ട് ഭരണാധികാരികളായി. മൂന്നാമത്തേതായ വൈശ്യവിഭാഗത്തിൽപ്പെട്ട വ്യാപാരികൾ രജസ്, തമസ് എന്നീ ഗുണങ്ങളുടെ സമ്മിശ്രാവസ്ഥയിൽ വർത്തിക്കുന്നു. തമോ ഗുണ പ്രധാനരായ തൊഴിലാളികളാണ് 4ാം വിഭാഗത്തിൽപ്പെട്ട ശൂദ്രർ. മേൽപ്പറഞ്ഞ ചതുർവർണ്ണങ്ങളെ, സമൂഹത്തിലെ 4 വിഭാഗങ്ങളെ സൃഷ്ടിച്ചുവെങ്കിലും ഭഗവാൻ ഇവയിലൊന്നിലും ഉൾപ്പെടുന്നില്ല. മനുഷ്യ സമൂഹം അനേകം ബദ്ധ ജീവാത്മാക്കൾക്ക് ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം മാത്രമാണ്. അദ്ദേഹം അങ്ങനെയുള്ള ഒരു ബദ്ധജീവനല്ലല്ലോ. മറ്റേതു ജന്തു സമൂഹത്തിന്റെയും പോലെ തന്നെയാണ് മനുഷ്യ സമുദായവും. മുൻപറഞ്ഞ വർണ്ണ വിഭാഗങ്ങൾ ഭഗവാനിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മൃഗപ്രായരായ മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും തന്മൂലം അവർക്ക് കൃഷ്ണാവബോധം സിദ്ധിക്കുന്നതിനുമായിട്ടാണ്. ഒരാൾക്ക് ഏതു പ്രവൃത്തിയിലാണ് താല്പര്യം എന്ന് നിശ്ചയിക്കുന്നത് അയാൾ ആർജിച്ച പ്രകൃതി ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഭിന്നങ്ങൾക്കനുസരിച്ചുള്ള ജീവിത ലക്ഷണങ്ങളെ ഭഗവത്ഗീത 18ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. കൃഷ്ണാവബോധമുള്ള ഒരു മനുഷ്യൻ ബ്രാഹ്മണനേക്കാൾ ഉത്കൃഷ്ടനാണ്. ബ്രഹ്മം അഥവാ സർവോത്കൃഷ്ടനായ നിരപേക്ഷ തത്വം അറിയേണ്ടവരാണ് ബ്രാഹ്മണൻ. എന്നാൽ അവരിൽ ഒട്ടുമുക്കാലും കൃഷ്ണന്റെ അവ്യക്തഗത ബ്രഹ്മഭാവത്തെയാണ് സമീപിക്കുന്നത്. എന്നാൽ ബ്രാഹ്മണ്യത്തിന്റെ ആ പരിമിത വിജ്ഞാനത്തിനും അപ്പുറം കടന്ന് പരംപുരുഷനായ ഭഗവാനെ അറിയുന്നവനാണ് കൃഷ്ണാവബോധമുള്ളവൻ അഥവാ വൈഷ്ണവർ. ശ്രീരാമൻ, നരസിംഹം, വരാഹം മുതലായ കൃഷ്ണന്റെ വിവിധ സമ്പൂർണ്ണ വിസ്തരണങ്ങളെ കുറിച്ചുള്ള അറിവ് ഉൾക്കൊള്ളുന്നുണ്ട് കൃഷ്ണാവബോധം. ഏതായാലും മനുഷ്യരുടെ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് അതീതനാണ് കൃഷ്ണൻ എന്നിരിക്കെ കൃഷ്ണാവബോധം സിദ്ധിച്ചവനും മനുഷ്യവർഗത്തിലെ വിഭാഗീയതയ്ക്കതീതനാണ്. ജാതി, രാഷ്ട്രം, ഇനം തുടങ്ങിയവയിൽ ഏതിനെ മുൻനിർത്തിക്കൊണ്ടുള്ളതായാലും അതങ്ങനെ തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഇവിടെ എന്താ പറയുന്നത്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. ഭഗവാൻ പറയുന്നു ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വർണ്ണങ്ങൾ. 4 വർണ്ണം ഉണ്ട്, 4 ആശ്രമം ഉണ്ട് അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പൊക്കെ. എന്തൊക്കെയാണ് 4 വർണ്ണങ്ങൾ, എന്താണ് 4 ആശ്രമങ്ങൾ? ആരെങ്കിലും ഒരാൾ പറയൂ.
കൃഷ്ണ പ്രഭുജി. ഉം. വർണ്ണങ്ങള് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യര്, ശൂദ്രര്. വർണ്ണാശ്രമം ആശ്രമം. ബ്രഹ്മചര്യ വ- വർണ്ണാശ്രമം വർണ്ണം വർണ്ണാശ്രമം വർണ്ണാശ്രമം എന്ന് പറഞ്ഞത് രണ്ടും കൂടിയിട്ടുള്ളതാണ് ആക്ച്വലി ബേസിക്കലി. സോ വർണ്ണം എന്ന് ഉദ്ദേശിക്കുന്നത് 4 കാറ്റഗറൈസേഷൻ, ആശ്രമം ബേസിക്കലി 4 ആശ്രമങ്ങൾ. അതാണ് മാതാജി പറയാൻ പോകുന്നത്. പറഞ്ഞോളൂ. അതിന് വർണ്ണാശ്രമം എന്നാണോ അത് ആശ്രമം എന്നാണോ പറയുന്നത് പ്രഭു? നമ്മൾ ആക്ച്വലി രണ്ടും കമ്പൈൻ ചെയ്തിട്ടാ പറയുക. വർണ്ണാശ്രമ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 4 വർണ്ണങ്ങളുടെ 4 ആശ്രമങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസും ഇറ്റ്സ് ഇൻക്ലൂഡ്സ് ഈ 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും ബേസിക്കലി. നമ്മൾ കോമൺ ആയിട്ട് വർണ്ണാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാര്യം ഓക്കെ. രണ്ടാമത് പറഞ്ഞ ആശ്രമത്തിലുള്ളവര് ഏതൊക്കെയാണ്? സന്യാസി, ബ്രഹ്മചാരികള്, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഓക്കെ. കാറ്റഗറൈസേഷൻ ബ്രഹ്മചര്യം, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസ അല്ലെ. 4 ആക്ച്വലി അതൊരു സ്റ്റേജ് ആയിട്ട് കാണാം നമുക്ക് അല്ലെ. ഇപ്പൊ ഈ ആശ്രമം വർണ്ണം എന്ന് പറയുന്നത് 4 കാറ്റഗറൈസേഷൻ. ആക്ച്വലി ഇതാണ് ശാസ്ത്രപരമായിട്ടുള്ള കാറ്റഗറൈസേഷൻ. നമ്മളിപ്പോൾ കാണുന്ന ജാതി മതം എന്ന് പറയുന്നൊന്നും ആക്ച്വലി ഇല്ല. ശാസ്ത്രത്തിൽ ഇതൊന്നും പറയുന്നില്ല. ശാസ്ത്രത്തിൽ പറയുന്ന ഒരേ ഒരു കാറ്റഗറൈസേഷൻ ഇതാണ്. ഒരേ കാറ്റഗറൈസേഷൻ പറഞ്ഞ ഒരു കാര്യം പറയുന്നത് ആകെ ഒരു ഡിവിഷൻ ആയിട്ട് പറയുന്നത് ബ്രാഹ്മണൻ, ക്ഷത്രിയർ, വൈശ്യര്, ശൂദ്രര് എന്നുള്ള കാറ്റഗറൈസേഷൻ ആണ് സനാതന ധർമ്മപ്രകാരം ഉള്ളത്. അല്ലാതെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനിറ്റി, ജ്യൂ അതേപോലെ മറ്റുള്ള എന്താ പറയാ ജാതി മതം എന്നൊക്കെ പറയുന്നതൊക്കെ ആക്ച്വലി ഇതെല്ലാം റീസെന്റ്ലി വന്നിട്ടുള്ളതാണ്. റീസെന്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും അധികം പഴക്കമില്ല. ആക്ച്വലി ക്രിസ്ത്യാനിറ്റി വന്നിട്ട് മേ ബി ഒരു 1500-2000 വർഷമായിട്ടുണ്ടാവും. അതിനകത്തെ ആയിട്ടുള്ളൂ. 1000 വർഷം, 1500 വർഷം. അതേപോലെ തന്നെ മുസ്ലിം സമുദായം വന്നിട്ടും അധികമായിട്ടില്ല. ഏകദേശം ആ ഒരു സമയം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറവും കൂടി ആയിരിക്കും. ഹിന്ദു സമുദായം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഹിന്ദു എന്ന് പറയുന്ന ടെർമിനോളജി തന്നെ അടുത്ത് വന്നിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഈ 1000-2000 വർഷം മുമ്പ് വന്നതായിരിക്കാം. ആക്ച്വലി നമ്മൾ എല്ലാവരും പെടുന്നത് സനാതന ധർമ്മം എന്ന് പറയുന്ന അംബർലയിൽ വരുന്നതാണ്. സനാതന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കീഴിൽ സനാതന ധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് സനാതനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? സനാതൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഇറ്റേണൽ അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ളത്, ഒരിക്കലും നശിക്കാത്തത്. ഒരിക്കലും നശിക്കാത്ത ധർമ്മമാണ് അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള ധർമ്മത്തെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? അത് എവിടെ നിന്ന് വരുന്നു? അത് സൃഷ്ടിച്ചിട്ടുള്ളത് ഭഗവാനാണ്. ബിക്കോസ് ശാസ്ത്രത്തെ ബേസ് ചെയ്തുകൊണ്ട്, വേദങ്ങളെ ബേസ് ചെയ്ത് കൊണ്ടിട്ടുള്ള ധർമ്മത്തെയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഇനി ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ധർമ്മ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? റിലീജിയസ് ഡ്യൂട്ടി. റിലീജിയസ് ഡ്യൂട്ടി. ഇംഗ്ലീഷില് നമുക്ക് പലപ്പോഴും ഈ പറയുന്ന ധർമ്മത്തെ റിലീജിയൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു വേർഡ് ഉള്ളൂ. അതുകൊണ്ടാണ് ആക്ച്വലി. പക്ഷെ റിലീജിയൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകളുടെ ചിന്താഗതി പോകുന്നു ഈ പറയുന്ന പല പല കാസ്റ്റും അങ്ങനത്തെ റിലീജിയൻ രീതിയിലേക്ക് ചിന്തിക്കും ആക്ച്വലി. സോ അതുകൊണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഈക്വലന്റ് ആയിട്ടുള്ള ഒരു വേർഡ് ഇല്ല സനാതന ധർമ്മത്തിന് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കില്ല. സോ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒക്യുപ്പേഷണൽ ഡ്യൂട്ടി, നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി. വാട്ട് ഈസ് അവർ ഡ്യൂട്ടി? ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് ധർമ്മ. ഓക്കെ. എക്സാമ്പിൾസ്. ഉപ്പിന്റെ ധർമ്മം എന്താണ്? ഉപ്പ്, സോൾട്ടിന്റെ ധർമ്മം എന്താണ്? മൈക്ക് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കില്ല എനിക്ക്. ഉപ്പ് രസം കൊടുക്കുന്നതാണ് ഉപ്പ്. ഉപ്പ് കൊടുക്കുന്നത് ഉപ്പ് രസമാണ്. ഉപ്പിന്റെ ധർമ്മം ഉപ്പ് രസം കൊടുക്കുക എന്നുള്ളത്, അല്ലാതെ മധുരം കൊടുക്കുക എന്നുള്ളതല്ല. ആണോ?
അത് പഞ്ചസാരയുടെ ധർമ്മമാണ്. ശരിയല്ലേ? സോ അതേപോലെ ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്. അതേപോലെ മനുഷ്യർക്ക് ഒരു ധർമ്മമുണ്ട്. ഉപ്പിന് ധർമ്മം ഉണ്ടാവാം, പഞ്ചസാരയ്ക്ക് ധർമ്മം ഉണ്ടാവാം, തേനിന് ധർമ്മം ഉണ്ടാവാം, മുളകിന് ധർമ്മം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യർക്ക് ധർമ്മമില്ല? ഓഫ് കോഴ്സ് വി ഹാവ് സംതിങ്. നമ്മളെ കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ മനുഷ്യജന്മം കൊണ്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. അതിനെയാണ്. സോ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള കർത്തവ്യം എന്താണോ അതാണ് ധർമ്മം. നമ്മുടെ എന്നല്ല, ഏത് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിലും. അപ്പോൾ സോൾട്ടിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് ഉപ്പ് രസം കൊടുക്കുക എന്നുള്ളത്. സത്യല്ലേ? അല്ലാതെ അത് ഓക്കെ കുറച്ച് കഴിഞ്ഞ് ബോറടിച്ചിട്ട് പറയുന്നു ഞാൻ ഇനി മുതൽ ഉപ്പ് രസം കൊടുക്കില്ല, ഞാൻ ഇനി മധുരം കൊടുക്കും എന്ന് ഉപ്പ് പറയുന്നുണ്ടോ? ഉപ്പ് പറയുന്നില്ല. ഉപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു, അതേ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ? നമുക്കാണ് വെറൈറ്റീസ് വേണ്ടത്. നമ്മളാണ് പലപ്പോഴും മാറി ചിന്തിക്കുന്നത്. അപ്പൊ ആക്ച്വലി അതേപോലെ മനുഷ്യരുടെ കർത്തവ്യമാണ് എന്ത്? നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മുടെ ധർമ്മമാണ് ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. അതാണ് പറയുന്നത്, ആഹാര നിദ്ര ഭയം മൈഥുനം ച സാമാന്യമേതാത് പശുപീർ നരാണാം ധർമ്മോഹി തേഷാം അധികോ വിശേഷോ ധർമ്മേന ഹീന പശുപി സമാന എന്ന് പറയുന്ന ശ്ലോകം നമ്മൾ പലപ്പോഴും ക്ലാസ്സിൽ കോട്ട് ചെയ്യാറുണ്ട്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലെ വ്യത്യാസം അവിടെ പറയുന്നത് ആഹാര കഴിക്കുക, നിദ്ര ഉറക്കം, മൈഥുനം സ്ത്രീ പുരുഷ അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ കണക്ഷൻ, അതേപോലെ തന്നെ ഡിഫൻസിനെയാണ് ആഹാരം, നിദ്ര, ഭയം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശത്രുക്കൾ വരുമ്പോൾ ഡിഫെൻഡ് ചെയ്യുന്നത്. ഈ ഒരു ടെൻഡൻസി മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒരേപോലെയുണ്ട്. നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അല്ലെ? ഈ പറയുന്ന 4 കാര്യങ്ങളും മൃഗങ്ങളും ചെയ്യുന്നുണ്ട്, മനുഷ്യരും ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യനെയും മൃഗത്തെയും വേർതിരിക്കുന്ന കാര്യം എന്താണ്? ധർമ്മോഹി തേഷാം അധികോ വിശേഷോ. വിശേഷകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് മനുഷ്യനെ സംബന്ധിച്ച്, അതാണ് ധർമ്മം. എന്ത് ധർമ്മമാണ്? ആ ധർമ്മമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. കാര്യം ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ഐഡന്റിറ്റി 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. ഭഗവത്ഗീതയില് നമ്മൾ ഈ കാണുന്ന ശരീരമല്ല, ഇത് ജസ്റ്റ് നമ്മൾ ഒരു ഡ്രസ് ഇടുന്ന പോലെയുള്ളൂ. ഇന്ന് നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുന്നു, ഇതേപോലെ മുഖം, ഇതേപോലെ ലുക്ക് ഉള്ള ആള്. ഇതിനു മുമ്പുള്ള ശരീരം ഇങ്ങനെയായിരുന്നുണ്ടാവില്ല. നമുക്കറിയില്ല ഏത് രാജ്യത്തുണ്ടായിരുന്നു, എവിടെയായിരുന്നു, ഇനി മനുഷ്യനായിരുന്നു, മൃഗമായിരുന്നു, ഒന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മുടെ ബോഡി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബോഡി ഇപ്പോ കിട്ടിയിട്ടുള്ള ബോഡിയാണ്, ഇപ്പോൾ ഈ ഒരു ജന്മത്തിൽ മാത്രമാണ്. ഇത് നശിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു, പിന്നെ ഇനി എന്ത് വരും എന്നുള്ളത് നമുക്കറിയില്ല. കർമ്മം അനുസരിച്ച് വരും. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ ശരീരമല്ല, അതുകൊണ്ട് ആത്മാവാണ്. ആ ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും വി ആർ ഓൾ ഡിഫറെന്റ് ലിവിങ് എനിറ്റീസ് ആക്ച്വലി, അല്ലെ? അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇപ്പോഴത്തെ ഐഡന്റിറ്റി സർവപാലക രാമദാസ് അല്ലെങ്കിൽ ശബരീഷ്, ദിവ്യ, നീതു, മിനി എന്നുള്ള പേരുകള് ഡെസിഗ്നേഷൻ നമുക്ക് തന്നിരിക്കുകയാണ്. ടെമ്പററി ഡെസിഗ്നേഷൻ ആണത്. നമ്മൾ ശാശ്വതമായിട്ട് നമ്മുടെ പേര് സർവപാലക രാമദാസെന്നോ അല്ലെങ്കിൽ നീതുന്നോ ദിവ്യെന്നോ അല്ല, ഈ ഒരു ജന്മത്തിൽ നമുക്കുള്ള പേരാണ് അല്ലെ? വെരി വെരി ടെമ്പററി, വളരെ കുറച്ച് സമയങ്ങളിൽ, കുറച്ച് വർഷങ്ങൾക്ക് മാത്രമുള്ള ഒരു പേരാണ് ആക്ച്വലി, ഡെസിഗ്നേഷൻ ആണ്. അതേപോലെയാണ് ഈ ശരീരവും, അത് നശിക്കും. എന്നാൽ നമ്മുടെ ആക്ച്വൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും സ്പിരിറ്റ് സോൾസ് ആണെന്ന് പറയും. അതാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് 2nd ചാപ്റ്ററിൽ. സോ ആ സ്പിരിറ്റ് സോളിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എപ്പോഴും പറയും സച്ചിദാനന്ദമാണ് എന്നുള്ളത് അല്ലെ? ബിക്കോസ് സ്പിരിറ്റ് സോൾ എന്ന് പറയുന്നത്, സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത് സനാതനമാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. സത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തതാണ്, ഇറ്റേണലി അതുണ്ടാവും. ചിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ അറിവുകളും ഉള്ള സംഭവമാണ് ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആനന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എല്ലാ തരത്തിലുള്ള പ്ലഷറും അനുഭവിക്കാനുള്ള ക്വാളിറ്റിയും കൂടെ ഉള്ളതാണ് ആത്മാവ്. എന്ത് ടൈപ്പ് ഓഫ് പ്ലഷർ? ഭൗതിക തലത്തിലുള്ളതല്ല, ആത്മീയ തലത്തിലുള്ളത്. സോ സച്ചിദാനന്ദമായിട്ടുള്ള ആത്മാവ്
എവിടെ നിന്ന്? ഇത് ഭഗവാന്റെ അംശമാണ്. ആക്ച്വലി ഭഗവാന്റെ അംശമാണ് ഈ നമ്മൾ ഓരോരുത്തരും ബേസിക്കലി. സോ അതുകൊണ്ട് നമ്മളുടെ ഡ്യൂട്ടി നാച്ചുറലി വരുന്നത് എന്താണ്? നമ്മൾ അംശമാണ്, നമ്മുടെ ഫാദർ ഭഗവാനാണെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി ഒരു മകൻ എന്നുള്ള രീതിയിൽ, മകൾ എന്നുള്ള രീതിയിൽ നമ്മുടെ ഡ്യൂട്ടി ഓട്ടോമാറ്റിക്കലി നാച്ചുറലി അച്ഛനെ സെർവ് ചെയ്യുക, പാരന്റ്സിനെ സെർവ് ചെയ്യുക എന്നുള്ള ഒരു ഡ്യൂട്ടി വരുന്ന പോലെ ഇറ്റേണലി നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മുടെ ഇറ്റേണൽ അല്ലെങ്കിൽ നമ്മുടെ ശാശ്വതമായിട്ടുള്ള നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. സോ ഇതാണ് കണക്ഷൻ. സോ അതുകൊണ്ട് ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലവിങ്, സെർവിങ് ലോഡ്, സെർവിങ് ദ ഗോഡ്. ഭഗവാനെ സേവിക്കുക, ഭക്തി സേവനങ്ങൾ ചെയ്യുക, ഇതാണ് ധർമ്മം ആക്ച്വലി. സവൈ പുംസ പരോ ധർമ്മ യദോ ഭക്തിർ അധോക്ഷജേ. 1, 2, 6 ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 2nd chapter 6ാമത്തെ ശ്ലോകത്തിൽ വരുന്നതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ധർമ്മം, വാട്ട് ഈസ് യുവർ ഡ്യൂട്ടി, വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ ഹ്യൂമൻ ബീങ്, നമ്മുടെ മനുഷ്യരുടെ ഡ്യൂട്ടി എന്താണെന്നുള്ള അതിനുള്ള ഉത്തരമാണ് അതിൽ പറയുന്നത്. സവൈ പുംസ, പുംസ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ, എല്ലാ മനുഷ്യരുടെയും ഡ്യൂട്ടി എന്താണ്? പരോധർമ്മ, സവൈ പുംസ പരോധർമ്മ, പരമമായിട്ടുള്ള ധർമ്മം. ആക്ച്വലി നമ്മൾ സംസാരിക്കുന്ന പരമധർമ്മത്തെ കുറിച്ചാണ് ഇപ്പോൾ. ധർമ്മം തന്നെ 2 കാറ്റഗറൈസേഷനിൽ പറയാം. ഒന്ന് പരമമായിട്ടുള്ള ധർമ്മം, മീൻസ് എറ്റേണൽ ധർമ്മം, അല്ലെങ്കിൽ നിത്യധർമ്മം എന്ന് വിളിക്കാം നമുക്ക്, അല്ലെങ്കിൽ ജൈവധർമ്മം എന്നും വിളിക്കും അതിനെ. നിത്യധർമ്മമുണ്ട്, നൈമിത്തിക ധർമ്മമുണ്ട്. 2 കാറ്റഗറൈസേഷൻ ഞാൻ ഇവിടെ പറയുന്നു. നിത്യധർമ്മം, നൈമിത്തിക ധർമ്മം. നൈമിത്തിക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടെമ്പററി ധർമ്മം. നിത്യധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർമനന്റ് ആയിട്ടുള്ള ഒക്യുപേഷണൽ ഡ്യൂട്ടി. സോ 2 ഡ്യൂട്ടീസ് ആണ് നമുക്കുള്ളത്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഈ 2 ഡ്യൂട്ടീസും നമ്മൾ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ 2 ധർമ്മവും നമ്മൾ പാലിക്കുന്നുണ്ട്. എന്താണ് നൈമിത്തിക ധർമ്മം, എന്താണ് ടെമ്പററി ധർമ്മം നമ്മൾ ചെയ്യുന്നത്? എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, അച്ഛനമ്മമാരെ നോക്കുന്നു, മക്കളെ നോക്കുന്നു, ജോലിക്ക് പോകുന്നു, ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് നമ്മുടെ നൈമിത്തിക ധർമ്മമാണ്. മീൻസ് ടെമ്പററി ഒക്യുപ്പേഷൻ ആണ്. ഡ്യൂട്ടിയാണ്, ധർമ്മമാണ്. വി ആർ ഡൂയിങ് ദാറ്റ്, വി ഹാവ് ടു ഡു ദിസ്. നമുക്ക് ചെയ്യും വേണം. പക്ഷേ ഇത് ശാശ്വതമാണോ? അല്ല. ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഫാമിലിയെ നമ്മൾ സെർവ് ചെയ്യുന്നു. ഇതിനു മുമ്പ് ആരായിരുന്നു, എവിടെയായിരുന്നു നമുക്കറിയില്ല. അപ്പൊ നമ്മൾ അന്ന് വേറെ ധർമ്മം, വേറെ ആൾക്കാർക്കാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ നൈമിത്തിക ധർമ്മം ശരീരം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ടെമ്പററി ആണത്, പെർമനന്റേ അല്ല. എന്നാൽ നിത്യധർമ്മം എന്ന് പറയുന്നതാണ് പരോധർമ്മം. അത് ഒരിക്കലും മാറുന്നില്ല. നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരേ ഡ്യൂട്ടിയാണ്. നൈമിത്തിക ധർമ്മം നമുക്ക് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. എന്റെ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കില്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാവുക. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ വേറെ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള കൂടുതൽ കാര്യമായിരിക്കും, സാമ്പത്തികമായിരിക്കും നമുക്ക് പുറകിലുള്ളത് വെച്ചാൽ അതായിരിക്കും നമുക്ക് ആവശ്യം. ചിലവർക്ക് ഹെൽത്ത് പ്രോബ്ലം ആയിരിക്കും, ഹെൽത്ത് ആയിരിക്കും അവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും റിക്വയർമെന്റ്സ് വ്യത്യാസം വരുന്നുണ്ട്. അത് നൈമിത്തിക ധർമ്മം അതനുസരിച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. കാര്യം മെയിൻ്റെനൻസ് ആണ് ബേസിക്കലി നമ്മുടെ നൈമിത്തിക ധർമ്മം. എന്നാൽ നിത്യധർമ്മം ഒരിക്കലും മാറുന്നില്ല. ഭഗവാനോടുള്ള അല്ലെങ്കിൽ ആ കണക്ഷൻ പെർമനന്റ് ആയിട്ടുള്ള കണക്ഷൻ ആണ്. സോ ആ ധർമ്മം ഒരിക്കലും മാറുന്നില്ല. സോ ആ ധർമ്മത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഭാഗത്തിൽ പറയുന്നത് പരോധർമ്മമായിട്ട്. പരമമായിട്ടുള്ള ധർമ്മം മീൻസ് സുപ്രീം ഒക്യുപ്പേഷൻ, അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ജൈവധർമ്മം അല്ലെങ്കിൽ നിത്യധർമ്മം എന്ന് പറയുന്നത് എന്താണ്? യദോ ഭക്തിർ അധോക്ഷജേ. യദോ ഭക്തിർ അധോക്ഷജേ, ഭക്തി ചെയ്യുവാനാണ് പറയുന്നത്. അതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. എന്താണ് ഭക്തി? ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം ലവ്, ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, സേവിക്കുക, ആരാധിക്കുക, ഇതാണ് ഭക്തി അല്ലെ? അതിൽ സ്നേഹത്തോടു കൂടിയിട്ട്, സ്നേഹത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഭക്തി എന്ന് പറയുള്ളൂ. അല്ലാതെ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന കാര്യമല്ല. വിത്ത് ലവ് വി ആർ ഡൂയിങ് ഇറ്റ്. സോ അതാണ്
പരമമായിട്ടുള്ള ധർമ്മം. യഥോ ഭക്തിർ അധോക്ഷജ. ഇനി ആ ഭക്തി ആരോടാണെന്നും കൂടെ പറയുന്നുണ്ട്. അധോക്ഷജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു പേരാണ്. ഭഗവാൻ കൃഷ്ണന്റെ ഒരു പേരാണ് അധോക്ഷജൻ. സോ അതിന് പല എക്സ്പ്ലനേഷൻസും ഉണ്ട്. അധോക്ഷജൻ എന്ന് പറയുമ്പോൾ ഒരു അർത്ഥം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ശിലപ്രഭാജി വേറൊരു സ്ഥലത്ത് ഭാവാർത്ഥത്തിൽ പറയുന്നു, നമ്മുടെ ഇംഗ്ലീഷിലെ എ ആൽഫബറ്റ് എങ്ങനെയാ തുടങ്ങുന്ന, എയില് സെറ്റിൽ അവസാനിക്കുന്നു. അപ്പൊ എല്ലാ വേർഡുകളും ഈ എന്റെ സെറ്റിന്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് അല്ലെ. എല്ലാ വേർഡ് കോമ്പിനേഷൻസും ഇതിന്റെ അകത്താ വരുന്നത്. അതേപോലെ സംസ്കൃതത്തിൽ നോക്കുമ്പോൾ ആ എന്ന് പറയുന്ന അക്ഷരമാണ്, ആ പറയുന്ന അക്ഷരം ആണ് ആദ്യത്തെ അക്ഷരം, ക്ഷ എന്ന് പറയുന്നതാണ് അവസാനത്തെ അക്ഷരം. സോ അധോക്ഷജ എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ ആയന്റെയും ക്ഷായന്റെയും ഇടയിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു ലിമിറ്റ് അപ്പുറത്തൊരു ലിമിറ്റ്, അതിനകത്തേക്ക് നമുക്ക് നിർത്താൻ സാധിക്കില്ല. ഹീസ് ബിയോണ്ട് ദിസ്. സോ സംബഡി ഈസ് ഹൂ ഈസ്, ആരാണോ ഈ ആയുടെയും ക്ഷായുടെയും ഇടയിൽ വരാത്ത, അതായത് ഭൗതിക ലോകത്തിലെ എന്ത് ക്രൈറ്റീരിയ നമ്മൾ കൊണ്ടുവന്നാലും അതിൽ നിൽക്കില്ല ഭഗവാന്റെ കാര്യം. ഭഗവാൻ ഈസ് ബിയോണ്ട് എവറിത്തിങ് ആക്ച്വലി. സോ അതുകൊണ്ടാണ് ഭഗവാനെ അധോക്ഷജൻ എന്ന് വിളിക്കുന്നത്. അത് ഒരു മീനിങ് ആണ്. അങ്ങനെ 2-3 മീനിങ് ഉണ്ട്, നമുക്ക് വേറെ ഒരു അവസരത്തിൽ ചർച്ച ചെയ്യാം. ഓക്കെ, അധോക്ഷജൻ. അപ്പൊ യഥോ ഭക്തിർ അധോക്ഷജൻ അഹൈതുകീയ പ്രതിഹത യയാത്മ സുപ്രസിദ്ധി. ഇനി ഭക്തി ചെയ്യുന്ന രീതിയും പറയുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? പരമധർമ്മം ഭക്തിയാണെന്ന് പറഞ്ഞു. ആരോടാണ് നമ്മൾ ഭക്തി, ആരോടാണ് ഭക്തി തോന്നേണ്ടത് അല്ലെങ്കിൽ നമ്മൾ സേവനം ചെയ്യേണ്ടത്? അധോക്ഷജൻ, അതായത് കൃഷ്ണൻ എന്ന് പറഞ്ഞു. ഇനി അതെങ്ങനെ ചെയ്യണമെന്നും കൂടെ പറയുന്നുണ്ട് ഇവിടെ അവസാനത്തെ 2 വരിയിലായിട്ട്. എന്താണ് പറയുന്നത്? അഹൈതുകി അപ്രതിഹത. അതിന്റെ അർത്ഥം അഹൈതുകി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹേതു ഇല്ലാതെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷനും ഇല്ലാതെ, അല്ലെങ്കിൽ മോട്ടിവേഷൻ ഒരു മോട്ടീവ് ഒന്നും പ്രതീക്ഷിക്കാതെ, എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ലാതെ സ്നേഹം കൊണ്ട് ചെയ്യുന്ന സർവീസ്. ഒരു അമ്മ ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനെ എങ്ങനെയാണ് സേവിക്കുന്നത്? എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ? കാര്യം കുട്ടി ഹെൽപ്ലെസ് ആണെന്ന് അമ്മയ്ക്കറിയാം. ജനിച്ച കുട്ടി ആദ്യത്തെ 1-2 വയസ്സ് വരെ അമ്മ ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ സെൽഫ്ലെസ് സർവീസ് ആണ്. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല കുട്ടിയെ സേവിക്കുന്നത്. കുട്ടി രാത്രി മൂത്രം ഒഴിക്കുന്നു, ബാത്റൂമിൽ എല്ലാം ചെയ്യുന്നു. അമ്മ വളരെ സ്നേഹത്തോടു കൂടി കുട്ടിയെ എടുത്ത് കഴുകി വൃത്തിയാക്കി പൗഡർ എല്ലാം ഇടിപ്പിച്ച് പുതിയ നാപ്കിൻ ഒക്കെ ഇടിപ്പിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കൊണ്ടുവരും. അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും കുട്ടി തന്നെ ചെയ്യും, വീണ്ടും ഇത് മാറ്റും. സെൽഫ്ലെസ് ആയിട്ട് അമ്മ ചെയ്യുന്നുണ്ട് ഇതെല്ലാം. സോ അതെന്താണ്? അപ്പൊ അതിനെയാണ് കാര്യം, ഷീസ് നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. ആ ഒരു സമയത്ത് ആദ്യത്തെ 2 വർഷത്തില് അമ്മ ഒരു എക്സ്പെക്ടേഷനും അമ്മയ്ക്കും ഉണ്ടാവില്ല. പ്രായം കൂടി വരുമ്പോൾ എക്സ്പെക്ടേഷൻ വരും, വേറെ കാര്യം. എന്നാൽ ആദ്യത്തെ കുറച്ച് വർഷങ്ങള് എക്സ്പെക്ടേഷൻ ഇല്ല. ആ ഒരു സ്നേഹമാണ് നമുക്ക് ഭൗതിക ഈ ലോകത്തിലെ എന്തെങ്കിലുമായിട്ട് നമുക്ക് അഹൈതുകമായിട്ടുള്ള സ്നേഹം എന്ന് പറയാൻ പറ്റുള്ളൂ. ആക്ച്വലി ബാക്കിയുള്ള എല്ലാ റിലേഷൻഷിപ്സിലും, ഈവൻ അച്ഛനും അമ്മയും മകനും മക്കളും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിലും, ഈ പ്രായം കൂടുന്തോറും ആഗ്രഹങ്ങൾ വരും, പ്രതീക്ഷകൾ കൂടും, എക്സ്പെക്ടേഷൻ വരും. അപ്പോൾ അവിടെ അതിന്റെ പുറകിൽ ഒരു മോട്ടീവ് ഉണ്ട്. ഓക്കെ, അമ്മ പ്രതീക്ഷിക്കുന്നു മകനെ നന്നായി വളർത്തി കൊണ്ടുവരണം, മക്കളെ വളർത്തി കൊണ്ടുവരണം, അവര് നമുക്ക് വയസ്സാവുമ്പോൾ അവര് നമ്മളെ നോക്കിക്കോളും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അവർക്ക്. സോ അതൊരു എക്സ്പെക്ടേഷൻ ആണ് ബേസിക്കലി. സോ അതേപോലെ മക്കൾക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അച്ഛനും അമ്മയിൽ നിന്നും. ഇതേപോലെ തന്നെ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷനിലും ഡെഫിനറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പലതും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ പുറകിലൊക്കെ ഹേതു ഉണ്ട്. ആ സ്നേഹം നിലനിൽക്കുന്നത് ഈ എക്സ്പെക്ടേഷനും അല്ലെങ്കിൽ പ്രതീക്ഷകളും കൊണ്ടാണ്. എന്നാണോ പ്രതീക്ഷകൾക്കൊരു തടസ്സം വരുന്നത്, അന്ന് അടിയായി. അവിടെയാണ് റിലേഷൻഷിപ്സ് എല്ലാം ബ്രേക്ക് ആവുന്നത്. അത് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെ. ബിക്കോസ് എന്താണ് അവിടെ ഹേതു, അഹേതുകമല്ല സ്നേഹം. ഇറ്റ്സ് നോട്ട് അഹേതുകി. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ അവർ എക്സ്പെക്ടേഷൻസ്, ഡിസയർ. എന്നാൽ ആക്ച്വൽ ഭക്തി എന്നുള്ളത് ഇവിടെ പറയുന്നത് പരോധർമ്മം, ഭഗവാനോടുള്ള ഭക്തി എങ്ങനെയായിരിക്കും? അഹൈതുകമായിരിക്കണം എന്ന് പറയുന്നത്. സെൽഫ്ലെസ്, ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ സേവിക്കുക. ദിസ് ഈസ് മൈ ഡ്യൂട്ടി.
ഞാനൊരു ഭഗവാന്റെ അംശമായതുകൊണ്ട് എന്റെ ധർമ്മം ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. ഇങ്ങോട്ട് എന്തുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അങ്ങോട്ട് കൊടുക്കുക. അഹേതുകി, അത് ആദ്യത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ് അപ്രതിഹത. അപ്രതിഹത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ററപ്ഷൻ ഇല്ലാതെ, വിത്തൗട്ട് എനി ബ്രേക്ക്, കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് ചെയ്തു നാളെ ചെയ്തു എന്നുള്ളതല്ല, നിരന്തരമായിട്ട് ചെയ്യേണ്ട ധർമ്മമാണത്. സോ ഇതാണ് ഡെഫിനിഷൻ. അഹേതുകി അപ്രതിഹത യയാത്മ സൂപ്പർസിദ്ധി. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക്, ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ദേ ആർ ഓൾവേസ് ഹാപ്പി. അവരെപ്പോഴും ഹാപ്പിയാണ്, സന്തോഷമായിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും അവർക്ക്. സോ ഇതാണ് ധർമ്മത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, വർണ്ണാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർണ്ണം എന്താണെന്ന് പറഞ്ഞു ഓൾറെഡി. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യർ, ശൂദ്രർ, ഇതാണ് 4 കാറ്റഗറൈസേഷൻ ശില പ്രഭുജിയുടെ ഭാവത്തിൽ പറയുന്നു. ഭഗവാൻ പറയുന്നു ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. ഇത് ഞാനാണ് ഈ 4 കാറ്റഗറൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വർണ്ണാശ്രമം, ഇവൺ ആശ്രമമാണെങ്കിലും ഇത് ആക്ച്വലി ശാസ്ത്രപ്രകാരമുള്ളതാണ്. 4 വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രാഹ്മണൻ കാറ്റഗറി, ക്ഷത്രിയര് എന്ന് പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ. ബ്രാഹ്മണരുടെ ഡ്യൂട്ടി എന്താണ്? ബ്രാഹ്മണരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ശാസ്ത്രങ്ങൾ പഠിക്കുക, ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക. ഇതാണ് ഒരു ബ്രാഹ്മണന്റെ ഡ്യൂട്ടി. അതുകൊണ്ടാണ് അഡ്വൈസറി ലെവലിലായിരിക്കും അവര്. ആക്ച്വലി ഈ വർണ്ണം നമുക്ക് ഇന്നത്തെ കാലത്ത് കാണാൻ സാധിക്കില്ല. നേരെ മറിച്ച് നമ്മൾ കുറെ വർഷങ്ങൾ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ, രാജ്യഭരണം ഉണ്ടായിരുന്ന കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് കുറച്ച് ഈ വർണ്ണത്തിന്റെ ഒരു പ്രിൻസിപ്പിൾസ് കാണാൻ സാധിക്കും. ഇനി മറ്റുള്ള യുഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും വർണ്ണാശ്രമം 2 ധർമ്മവും പ്രോപ്പർലി നടക്കുന്നത് കാണാം. അതിന്റെ എക്സാമ്പിൾസും കൂടെ പറയാം നമുക്ക്. അപ്പോൾ ബ്രാഹ്മണരുടെ ഡ്യൂട്ടി എന്താണ്? അവര് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ക്ലാസ് ആണ് അവര്. അതായത് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കും. എന്ത് എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്? സ്പിരിച്വൽ എഡ്യൂക്കേഷൻ. സോ അങ്ങനെയുള്ളവരായിരിക്കും രാജാവിന്റെ രാജാവിന്റെ അഡ്വൈസേഴ്സ് ആയിട്ട്. നമ്മൾ കേട്ടിട്ടുണ്ടോ രാജഗുരു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? രാജഗുരു. ഇവരൊക്കെ ബ്രാഹ്മണരായിരിക്കും. ആക്ച്വലി ബ്രാഹ്മണരെയാണ് അവര് അങ്ങനെ ഒരു പൊസിഷൻ കൊടുക്കുന്നത്. അപ്പൊ അവരുടെ ഡ്യൂട്ടി എന്താണ്? ശാസ്ത്രത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. അതനുസരിച്ചിട്ട് രാജാവ് അത് ഫോളോ ചെയ്യും. അതാണ് വേറെ കാര്യം. രാജാവ് വിൽ ടേക്ക് അഡ്വൈസ് ഫ്രം ദ ബ്രാഹ്മണാസ്, അല്ലെങ്കിൽ രാജഗുരു ആരാണെങ്കിൽ അവരിൽ നിന്ന് അഡ്വൈസ് എടുത്തിട്ട് അവര് ഫോളോ ചെയ്യും. ഇതാണ് ആക്ച്വൽ. ഇങ്ങനെയാണ് ഭഗവാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി. അപ്പോൾ രാജാവ് ഏത് ഈ പറയുന്ന വർണ്ണത്തിലാണ് വരുന്നത്? അദ്ദേഹം ക്ഷത്രിയരിലാണ് വരുന്നത്. ബിക്കോസ് ക്ഷത്രിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആൾക്കാരാണ്. സൊസൈറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്നവരെയാണ് ക്ഷത്രിയർ എന്ന് വിളിക്കുന്നത്. സോ ബേസിക്കലി അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്, രാജ്യം ഭരിക്കുന്നത് ഒക്കെ ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് ചെയ്യുന്നത്. ക്ഷത്രിയ ധർമ്മമാണ് അത് ആക്ച്വലി. രാജ്യത്തെ സംരക്ഷിക്കുക, പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ളത്. സോ അതാണ് സെക്കൻഡ് കാറ്റഗറൈസേഷൻ. 3ാമത്തെ കാറ്റഗറൈസേഷൻ വൈശ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ബിസിനസ് ചെയ്യുന്നവര് എന്ന് പറഞ്ഞ കച്ചവടം ചെയ്യുന്നവര്. പണ്ടത്തെ കാലത്ത് ഓർക്കണം, ഫാക്ടറി ഇപ്പോൾ കാണുന്ന ഒരു പരിപാടിയും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്. അന്ന് സിമ്പിൾ ആയിട്ടുള്ള കച്ചവടം മാത്രമാണ് ഉണ്ടായിരുന്നത്. കച്ചവടം ഉണ്ടായിരുന്നു ബിക്കോസ് അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാര്, കൃഷി. കാര്യം ഈ വൈശ്യരുടെ ഡ്യൂട്ടിയാണ് കൃഷി, വാണിജ്യം. 3 ഡ്യൂട്ടീസ് ആണ് അവർക്ക് ബേസിക്കലി പറയുന്നത്. എന്ന് പറഞ്ഞ പശുക്കളെ നോക്കുക, പശുക്കളുടെ മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ അവര് വിൽക്കുന്നു. അങ്ങനെ അതിന്റെ വരുമാനം അവർക്ക് കിട്ടുന്നു, അവര് ജീവിക്കുന്നു. അപ്പോൾ ആ മിൽക്ക് പ്രൊഡക്ട്സ് എല്ലാവർക്കും കിട്ടുന്നു. ആർക്കൊക്കെ കിട്ടും? ഇൻക്ലൂഡിങ് രാജാവിന്റെ ആൾക്കാർക്കും മറ്റുള്ള പ്രജകൾക്കും എല്ലാവർക്കും കിട്ടുന്നു ആക്ച്വലി. സോ അവരൊരു ബിസിനസ് ചെയ്യുന്നു. കൃഷി, വാണിജ്യം. കൃഷി എന്ന് ഉദ്ദേശിക്കുന്നത് അഗ്രികൾച്ചർ. എല്ലാ ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കൃഷി ചെയ്യുന്നു. അത് അവര് ബിസിനസ് ആയിട്ട് അവർ വിൽക്കുന്നു. ഈ ഒരു പ്രോസസ്സ് അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇതേ ഉണ്ടായിരുന്നുള്ളൂ ആക്ച്വലി. അപ്പൊ വൈശ്യർ എന്ന് പറഞ്ഞ ക്ലാസ് അതിൽ കൃഷി, വാണിജ്യം ചെയ്യുന്നവരാണ് ബേസിക്കലി. ഇനി ശൂദ്ര എന്ന് പറയുന്ന 4th കാറ്റഗറി വരുന്നവര്, അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഈ മുകളിലുള്ള 3 ക്ലാസ്സിനെയും സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവര് ഹെൽപ്പേഴ്സ് ആണ്, ബേസിക്കലി ജോലിക്കാരാണ്.
ശമ്പളം പറ്റുന്നവരാണ് ശൂദ്രര്. ശൂദ്രർ എന്ന് പറഞ്ഞാൽ ശമ്പളം പറ്റുന്നവരാണ്. ബിക്കോസ് നമ്മളൊരു ജോലി ചെയ്യുന്നു, അതിന് ശമ്പളം കിട്ടുന്നു. അങ്ങനെ ഇങ്ങനെയാണ് 4 കാറ്റഗറൈസേഷൻ ഉണ്ടായിരുന്നു. ഇതേ ഉണ്ടായിരുന്നുള്ളൂ ആക്ച്വലി. ഇതാണ് ആകെ ശാസ്ത്രത്തിൽ പറയുന്നത്. പിന്നെ പിന്നെ 4 വർണ്ണങ്ങൾ, 4 ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മചര്യം, ഗൃഹസ്ഥ, വാനപ്രസ്ഥം, സന്യാസം. ഇത് 4 ആശ്രമം എന്ന് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മചര്യ ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആദ്യത്തെ 20-25 വയസ്സ് വരെയുള്ള സമയം ബ്രഹ്മചര്യ ആശ്രമം. ആ സമയത്ത് പ്രോപ്പറായിട്ട് നമ്മൾ ബ്രഹ്മചര്യം ഫോളോ ചെയ്യുക. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ആരാണെങ്കിലും. അതേപോലെ ആ സമയത്താണ് നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത്, ഗുരുകുലത്തിൽ പോയി പഠിക്കുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ബ്രഹ്മചര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് പിന്നെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ചില ആളുകൾ ബ്രഹ്മചര്യമായിട്ട് തുടരുന്നു, ചിലവര് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ബ്രഹ്മചര്യാശ്രമത്തിൽ കിട്ടിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ബ്രഹ്മചാരി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും വിചാരിക്കരുത് ഇതൊരു ആശ്രമത്തിൽ പോയി പഠിക്കുന്ന ഒരു സംഭവം മാത്രമല്ല. അതൊരു ഏജ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്താൽ മതി. ബേസിക്കലി ആദ്യത്തെ 25 വർഷം അപ്ലിക്കബിൾ ടു ഓൾ ഓഫ് us. ബേസിക്കലി ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി ഫോളോയിങ് വേദിക് പ്രിൻസിപ്പിൾസ് പറയുന്നതനുസരിച്ച് നമ്മൾ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് ആ ആശ്രമം. ആ സമയത്ത് നമ്മൾ സെലിബസി മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മൾ എങ്ങനെ ഭക്തിയുത സേവനങ്ങൾ ചെയ്യണമെന്ന് പഠിക്കുന്നു. ഇതെല്ലാം പഠിക്കുന്നത്, എഡ്യൂക്കേഷൻ നടക്കുന്നത് കംപ്ലീറ്റ് ഈ സമയത്താണ്. അതിനുശേഷം നമ്മൾ വെൽ എക്യുപ്ഡ് ആയതിനു ശേഷമാണ് അടുത്ത ഓപ്ഷൻ നമുക്കുള്ളത് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാം. മീൻസ് ഗൃഹസ്ഥ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പ്രോപ്പറായിട്ട് ആദ്യത്തെ 25 വർഷം ബ്രഹ്മചര്യ ആശ്രമം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത ഒരാൾക്ക് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവര് പെർഫെക്റ്റ് ഹസ്ബൻഡ്, പെർഫെക്റ്റ് വൈഫ് ആവും. ബിക്കോസ് പ്രോപ്പർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവർ. പഠിച്ച് അവരത് അവരുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. സോ അപ്പോഴും ഭഗവാനെ നടുക്ക് നിർത്തിയിട്ടായിരിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾ. സോ എവറിത്തിങ് വിൽ ബി നല്ല ഫൗണ്ടേഷൻ കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ സമയങ്ങളിൽ. അങ്ങനെ ഈ ഗൃഹസ്ഥ ആശ്രമത്തിൽ കുറച്ച് വർഷങ്ങൾ അവർ ഒരുമിച്ച് ഭഗവാനെ സേവിക്കുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും അപ്പൊ മക്കളുണ്ടെങ്കിൽ മക്കളെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ച് അവർ വലുതായി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പതുക്കെ വാനപ്രസ്ഥ ആശ്രമത്തിലേക്ക് പ്രവേശിക്കും. വാനപ്രസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ അറ്റാച്ച്മെന്റും മാറ്റി, ബോഡിലി അറ്റാച്ച്മെന്റ്സ് എല്ലാം മാറ്റിയിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ലൈഫ് ഭഗവാന്റെ സർവീസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരു അവസ്ഥ. വാനപ്രസ്ഥം എന്ന് ടെർമിനോളജിയുടെ അർത്ഥം നോക്കുമ്പോൾ വനത്തിലേക്ക് പോവാന്നുള്ളതാണ്, അല്ലെങ്കിൽ കാട്ടിലേക്ക് പോവാന്നുള്ളത്. ഉദ്ദേശിക്കുന്നത് കാട്ടിലേക്ക് പോവാ അങ്ങനെ ലിറ്ററലി പറയുന്നതല്ല. ബേസിക്കലി എല്ലാ അറ്റാച്ച്മെന്റ്സിൽ നിന്നും പുറത്തു വരാം, അല്ലെങ്കിൽ ബോഡിലി അറ്റാച്ച്മെന്റിൽ നിന്നും പുറത്തു വരുന്നത് തന്നെയാണ് ഈ പറയുന്ന വാനപ്രസ്ഥം എന്ന് പറയുന്നത്. ഈ വാനപ്രസ്ഥ ആശ്രമം ചില ആൾക്കാർ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും ടിൽ ലൈഫ് എൻഡ് വരെ. രണ്ടുപേരും കൂടെ പറ്റുന്ന പോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഹസ്ബൻഡും വൈഫും കൂടെ ചെയ്യുന്നുണ്ടാവും ഒരുമിച്ച് ഭക്തി സേവനങ്ങൾ ചെയ്ത് ടിൽ ദ ലാസ്റ്റ് മൊമെന്റ് അവര് സർവീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവരുടെ ലൈഫ് കഴിയുന്നു. പിന്നെ അവർക്ക് ഡെഫിനറ്റ്ലി ഇത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത ഒരാൾക്ക് നെക്സ്റ്റ് ലൈഫ് ചിലപ്പോൾ സിൻസിയർ ആയിട്ട് ഭക്തി സേവനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഡയറക്ട്ലി ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ അവസരം കിട്ടുന്നു. ഇല്ലെങ്കിൽ നല്ലൊരു ഫാമിലിയിൽ ജനിക്കാനുള്ള ഒരു ഓപ്ഷൻ അടുത്ത ജന്മത്തിൽ കിട്ടും, ഉറപ്പാണ്. നല്ലൊരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോട്ടി ഫാമിലിയിൽ ജനിക്കാനും പിന്നെ നമ്മുടെ എലിവേഷൻ, പിന്നെ ഭക്തിയിൽ മുന്നോട്ട് പോകാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള രീതിയിലുള്ള ഇത് കിട്ടുന്നു നമുക്ക്. ഓക്കെ, ചില വ്യക്തികൾ ഈ പറയുന്ന വാനപ്രസ്ഥം കഴിഞ്ഞ ചിലവർ സന്യാസം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്കും പോവാം. ചിലപ്പോൾ സന്യാസം സ്വീകരിക്കാം പുരുഷന്മാരാകുമ്പോൾ, ചിലപ്പോൾ സ്വീകരിക്കും, ചിലപ്പോൾ സ്വീകരിക്കില്ല. ഇത് ജനറലി എന്താ പറയാ, പെർസെന്റേജസ് വെരി ലെസ് ആക്ച്വലി. അപ്പോൾ ഇതാണ് 4 ആശ്രമങ്ങള്, 4 വർണ്ണങ്ങളും. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഭഗവാൻ പറയുന്നതും ഇവിടെ വർണ്ണത്തെ കുറിച്ചാണ് പറയുന്നത്, 4 വർണ്ണങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ഈ ആശ്രമമാണെങ്കിലും നമ്മൾ പറഞ്ഞ 4 കാറ്റഗറീസ് ആശ്രമമാണെങ്കിലും ഇതും ശാസ്ത്രത്തിൽ വരുന്നത് തന്നെയാണ്. സോ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുമ്പോൾ വർണ്ണത്തിന്റെ ഡ്യൂട്ടീസും ആശ്രമത്തിലിരിക്കുന്നവരുടെ ഡ്യൂട്ടീസും ബേസിക്കലി നമുക്കത് ഒരുമിച്ച് നമ്മൾ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നു.
സോ അത് ആക്ച്വലി സൃഷ്ടിച്ചിട്ടുള്ളത് ഭഗവാനാണ്. അതുകൊണ്ട് അത് ശാസ്ത്രത്തിന് ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. സോ അത് നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ബേസിക്കലി നമുക്ക് സ്പിരിച്വൽ എലിവേഷൻ ഉണ്ടാവും. അതാണ്. അപ്പൊ സ്പിരിച്വലി നമ്മളെ ഓരോരുത്തരെയും എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഈ വർണ്ണാശ്രമ ധർമ്മം ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് ആക്ച്വലി നമ്മുടെ ഓരോരുത്തരുടെയും ഗ്രാജുവൽ എലിവേഷൻ, സ്പിരിച്വൽ എലിവേഷന് വേണ്ടിയിട്ടുള്ളതാണ് ആക്ച്വലി. പക്ഷെ നമ്മൾ പ്രോപ്പർലി ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ, മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ലോകത്ത് കലിയുഗത്തില് നമ്മളിരിക്കുന്ന സമയത്ത് ഈ വർണ്ണവും ഇല്ല, ആശ്രമവും ഇല്ല, ഒന്നുമില്ല. പ്രോപ്പർ ആയിട്ടുള്ള ബ്രാഹ്മണരില്ല, പ്രോപ്പർ ആയിട്ടുള്ള ക്ഷത്രിയരില്ല. മീൻസ് അഡ്മിനിസ്ട്രേഷൻ ക്ലാസ്സിൽ എല്ലാം കറപ്ഷൻ ആണ്, കംപ്ലീറ്റ്ലി കറപ്ഷൻ ആണ്. എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന അവസ്ഥയാണ്. ബേസിക്കലി എല്ലാവരും ശൂദ്ര കാറ്റഗറിയാണ്. നമ്മൾ ഓരോരുത്തരും ശമ്പളം പറ്റുന്നവരാണ്. സോ ഈവൻ ശൂദ്ര കാറ്റഗറിയിലാണ്. അത് മാത്രമല്ല പ്രോപ്പർ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നില്ല. സോ ഈ വർണ്ണാശ്രമ ധർമ്മം ആക്ച്വലി ഈ ഒരു കാലത്ത് കംപ്ലീറ്റ്ലി ഫെയിലിയർ ആണ്, നടക്കുന്നില്ല. എന്നാൽ ഇത് ദ്വാപരയുഗത്തില് ഭഗവാൻ അർജുനോട് പറയുന്നതാണ്, ഇതാണ് ഐഡിയൽ സൊസൈറ്റി എന്നുള്ളത്. ഒരു കാര്യമുണ്ട്, പക്ഷെ ഈ ലോകത്തിൽ അങ്ങനെ നടക്കുന്നില്ല എന്നേ ഉള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തില് പ്രോപ്പർ ആയിട്ട് സിസ്റ്റംസ് ഫോളോ ചെയ്യാൻ പറ്റും. ബിക്കോസ് വർണ്ണാശ്രമ ധർമ്മത്തിന്റെ പർപ്പസ് എന്താണ്? ഗ്രാജുവൽ എലിവേഷൻ ടു കൃഷ്ണ കോൺഷ്യസ്നസ് ഓർ ഗ്രാജുവൽ സ്പിരിച്വൽ എലിവേഷൻ ആണ് ഉദ്ദേശം. സോ ആ പർപ്പസ് നമുക്കും ചെയ്യാൻ സാധിക്കും. എങ്ങനെ? നമ്മൾ ശാസ്ത്രത്തിൽ പറയുന്ന പ്രിൻസിപ്പിൾസ് നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ലൈഫിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ പർപ്പസിലേക്ക് എത്തും നമ്മൾ. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഈ സിസ്റ്റം ഉണ്ടാവില്ല. പ്രോപ്പർ ആയിട്ടുള്ള ബ്രാഹ്മണരോ ക്ഷത്രിയരോ ഒരു എല്ലാത്തിലും കറപ്ഷൻ ഉണ്ടാവും. സോ നമ്മൾ അതില് ഓവർവെൽം ആവേണ്ട കാര്യമില്ല. അത് അതിന്റെ വഴിക്ക് പോട്ടെ. അത് എന്തായാലും അത് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ സമൂഹം മുഴുവൻ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. കാര്യം കലിയുഗത്തിന്റെ ഒരു പ്രഭാവം കൂടിയുണ്ട്. നേരെ മറിച്ച് നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് ഓരോരുത്തർക്കും സ്പിരിച്വൽ എലിവേഷനുള്ള സാധ്യതയുണ്ട് ഇവിടെ. അതിനുള്ള മാർഗങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ട്, ശാസ്ത്രങ്ങൾ തന്നിട്ടുണ്ട്, ഹരിനാമം തന്നിട്ടുണ്ട്, ഡിവോട്ടീസ് അസോസിയേഷൻ തന്നിട്ടുണ്ട്. സോ അത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്പിരിച്വൽ എലിവേഷൻ ഉണ്ടാവും. സോ ഇവിടെ ശീല പ്രഭുപാദി ഭാവാർത്ഥത്തില് ബേസിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം ഇതൊക്കെയാണ്. അതായത് ക്ഷത്രിയരുടെ ഡ്യൂട്ടിയാണ് അഡ്മിനിസ്ട്രേഷൻ, വൈശ്യരുടെ ഡ്യൂട്ടിയാണ് ഗോകൃഷി വാണിജ്യം, ശൂദ്രരാണ് വർക്കിംഗ് ക്ലാസ്. പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രാഹ്മണര് ബേസിക്കലി സത്വഗുണത്തിലുള്ളവരായിരിക്കും. ക്ഷത്രിയര് അവരുടെ ഒരു ഗുണം, പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഡ് എന്ന് പറഞ്ഞാൽ പാഷനേറ്റ് ആയിരിക്കും. ബിക്കോസ് രാജ്യം ഭരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ശത്രുക്കൾ വരുമ്പോൾ യുദ്ധം ചെയ്യണം, സംരക്ഷണം. അപ്പോ ഈ ഒരു പാഷനേറ്റ് നേച്ചർ മോഡ് അവർക്കുണ്ടാവും. 3 ഗുണങ്ങൾ, സത്വഗുണം, രജോഗുണം, തമോ ഗുണം എന്നുള്ളതില് സത്വഗുണം വരുന്നത് ബ്രാഹ്മണർക്കും കൂടുതൽ, ബ്രാഹ്മണർക്കാണ് ആ ഒരു ഗുണം കാണുന്നത്. ക്ഷത്രിയരിലാണ് രജോ ഗുണം കാണുന്നത്. വൈശ്യരിൽ കാണുന്നത് രജോ ഗുണവും തമോ ഗുണവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് ബേസിക്കലി. ശൂദ്രരെ ജനറലി പറയുന്നത് തമോ ഗുണത്തിലുള്ളവരാണെന്നാണ് പറയാ. വേറെ ഒന്നും കൊണ്ടല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ശാസ്ത്രങ്ങളെ കുറിച്ചൊന്നും അവർക്ക് അധികം ധാരണയില്ലാത്തവരാണ്. അവര് ജസ്റ്റ് വർക്കിംഗ് ക്ലാസ് എന്നുള്ളൊരു ആക്ച്വൽ കാറ്റഗറൈസേഷനിൽ. നമ്മുടെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഇരിക്കുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ ഓരോരുത്തരും അതായത് രജോ ഗുണവും തമോ ഗുണത്തിന്റെയും മിക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് ആക്ച്വലി. രജോ ഗുണവും തമോ ഗുണവും രണ്ടും ഉണ്ട്. സത്വഗുണം കുറച്ചുണ്ട് ചില സമയത്ത് മാത്രം. ചില സമയത്ത് സത്വഗുണമുണ്ട്. പക്ഷെ പ്രിഡോമിനന്റ്ലി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രജോ ഗുണം തമോ ഗുണമാണ് ആക്ച്വലി, ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച്. അപ്പോൾ എന്നാൽ ഈ ഒരു നമ്മൾ ചെയ്യേണ്ടത് ശിലപ്രഭജിയുടെ പറയുന്നു. അതുകൊണ്ട് ബ്രാഹ്മണരാണെങ്കിലും ക്ഷത്രിയരാണെങ്കിലും ശൂദ്രരാവട്ടെ വൈശ്യരാവട്ടെ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഇന്നത്തെ കാലത്ത് ഇല്ലാത്തത് കൊണ്ട് ഏത് ലോ ക്ലാസ്സിൽ ജനിച്ച ഒരാളാണെങ്കിലും ജാതി മതഭേദമില്ലാതെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചോട്ടെ, ചണ്ടാല കുലത്തിൽ ജനിച്ചോട്ടെ. ചണ്ടാല കുലം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ ക്ലാസ് എന്താ പറയാ,
ഫാമിലിയിൽ ജനിച്ച ഒരാളാണെങ്കിൽ പോലും ശാസ്ത്രം പറയുന്നു ഹരിനാമം ഉണ്ടോ, കൃഷ്ണാവബോധം ഉണ്ടോ, ഭഗവാനെ വർഷിപ്പ് ചെയ്യുന്നുണ്ടോ, ആരാധിക്കുന്നുണ്ടോ, മതി, അത്രയും മതി. അവര് കൃഷ്ണ കോൺഷ്യസ്നെസ്, ഭഗവാനെ സേവിക്കുന്നുണ്ടോ നാമജപത്തിലൂടെയും മറ്റുള്ള സേവനങ്ങളിലൂടെയും, എല്ലാവർക്കും ഭഗവാനിലേക്ക് എത്താം. ചണ്ടാലന് കുലത്തിൽ പിറന്നവർക്ക് പോലും സ്പിരിച്വൽ എലിവേഷന് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇന്നത്തെ കാലത്ത് കുലത്തിന് ഒരു പ്രാധാന്യവും ഇല്ല. ആക്ച്വലി ബ്രാഹ്മണനാവട്ടെ ചണ്ടാലനാവട്ടെ, നോ പ്രോബ്ലം. എവരിബഡി ഹാസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ആക്ച്വലി ബ്രാഹ്മണർക്ക് ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്, പക്ഷെ എല്ലാവരും അത് യൂസ് ചെയ്ത് കൊള്ളുന്നില്ല, നേരെ മറിച്ച്. അപ്പൊ അതുകൊണ്ട് അവര് പറയുന്ന കാറ്റഗറൈസേഷൻ പലപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് കാണുന്ന ഒരു പ്രശ്നം സമൂഹത്തില്, ചില ബ്രാഹ്മണര് പറയും ഇത് ഞങ്ങൾക്ക് ഭക്തി എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഭഗവാന്റെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രം കുത്തകയാണെന്ന് പറയും. ഞങ്ങൾക്ക് മാത്രം പാടുള്ളൂ, നിങ്ങൾക്കൊന്നും അതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് തള്ളി മാറ്റും. ആക്ച്വലി അങ്ങനൊരു സിസ്റ്റം അല്ല, അങ്ങനൊരു സിസ്റ്റം അല്ല ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി നമ്മുടെ കർമ്മം, നമ്മുടെ സ്പിരിച്വൽ എലിവേഷൻ അനുസരിച്ചിട്ടാണ് ഒരാൾ ക്വാളിഫൈഡ് ആണോ അല്ലെന്ന് തീരുമാനിക്കുന്നത്. ബ്രാഹ്മണൻ, ഇവിടെ ശിലപ്രഭാത് പറഞ്ഞു, ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? സത്വഗുണം എന്ന് ഉദ്ദേശിക്കുന്നത്, സത്വഗുണത്തിലിരിക്കുന്ന ആൾക്കാര്, ഭഗവത് സേവനങ്ങൾ ചെയ്യുവാനുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആളുകൾ, ശാസ്ത്രങ്ങൾ വായിക്കുന്ന ആളുകൾ, അത് പഠിക്കുന്ന ആളുകൾ, ഫോളോ ചെയ്യുന്ന ആളുകളെയാണ് ആക്ച്വലി. അപ്പോൾ ചണ്ടാല കുലത്തിൽ ജനിച്ച ഒരാൾക്കും പ്രോപ്പറായിട്ട് കൃഷ്ണാവബോധം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവര് ബ്രാഹ്മണൻ എന്നുള്ള ലെവലല്ല, അതിനപ്പുറത്തേക്ക് പോകും. വൈഷ്ണവൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരും. ശീലപ്രഭാത് പറയുന്നു, വൈഷ്ണവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രാഹ്മണരെക്കാൾ മുകളിലാണ് അവരുടെ സ്ഥാനം വരുന്നത്. കാര്യം അവര് ഭക്തരാണ് പ്രോപ്പറായിട്ട്. അവര് ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളതല്ല അവിടെ വിഷയം, അവരെല്ലാവരും ഭഗവാന്റെ ഭക്തരായതുകൊണ്ട്. ബിക്കോസ് അതാണ് പർപ്പസ്. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചുകൊണ്ട് മാത്രം കാര്യം നടക്കുന്നില്ല. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് വേണ്ട പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? യൂസ്ലെസ് ആണ് ആക്ച്വലി. അങ്ങനെ ഒരു ജന്മം കിട്ടിയിട്ട് അവര് വേസ്റ്റ് ചെയ്യണം. നേരെ മറിച്ച് ആരായിക്കോട്ടെ, നമുക്കൊരു ജാതി മത ഭേദമില്ലാതെ. അതുകൊണ്ട് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തില് ശീലോപ്രഭാജി എല്ലാവിധ ജെൻഡർ കൺസിഡറേഷൻസും മാറ്റിയിട്ടുണ്ട്. അതേപോലെ ജാതി മത ഭേദങ്ങളും എടുത്ത് വലിച്ച് ദൂരെ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കൺസിഡറേഷനെ ഇവിടെ കൊടുക്കുന്നില്ല. ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. എത്രയോ നമ്മുടെ ഗുരുജനങ്ങളിൽ പലവരും അമേരിക്കൻ ബോഡിയുള്ളവരും യൂറോപ്യൻ ബോഡിയിലുള്ളവരും ഉണ്ട്. അവര് വേറെ സമുദായത്തിൽ ജനിച്ചിട്ടുള്ളവരാണ്. നോ പ്രോബ്ലം. അവരെല്ലാവരും വൈഷ്ണവരായി. ദാറ്റ്സ് ഓൾ. സോ കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആക്ച്വലി, അതുകൊണ്ട് ആര് എവിടെ ഏത് കുലത്തിൽ ജനിച്ചു, ഏത് ഫാമിലിയിൽ ജനിച്ചു എന്നുള്ള പറയുന്നതിന് പ്രസക്തിയില്ല. ഡിവോട്ടീസ് ആണോ മതി, അതാണ് ക്രൈറ്റീരിയ ആക്ച്വലി. സോ ഭഗവാനെ സേവിക്കുന്ന ശുദ്ധ ഭക്തരെ വൈഷ്ണവരെന്ന് വിളിക്കുന്നു. ഭഗവാനെ ആത്മാർത്ഥത്തോടെ സേവിക്കുന്നവരെ വൈഷ്ണവരെന്ന് വിളിക്കുന്നു. അപ്പോൾ ബ്രാഹ്മണനേക്കാൾ, ആ പൊസിഷനേക്കാൾ ഒരു പടി മുമ്പിലാണ് എപ്പോഴും വൈഷ്ണവർക്ക് വരുന്നത്. ബിക്കോസ് ദേ ആർ കംപ്ലീറ്റ്ലി ഡിവോട്ടഡ് ദെയർ ലൈഫ് ഫോർ ഭഗവാൻ. സോ അതുകൊണ്ടാണ് ബ്രാഹ്മണര് ചിലപ്പോൾ സംഭവിക്കുന്നത്, പേരിന് മാത്രം ബ്രാഹ്മണനായിരിക്കും, അവര് പ്രോപ്പർലി ഫോളോ ചെയ്യുന്നില്ലേ, കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ കാര്യമില്ല. ചിലവരുണ്ട് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ടുള്ളവര് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നവര്. ഫോർ എക്സാമ്പിൾ ശ്രീലപ്രഭുപാദ ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതാണ്, അദ്ദേഹം പ്രോപ്പർലി ഫോളോ ചെയ്തു. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഗുരുവും ഒരു ബ്രാഹ്മണ കുലത്തിലുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളവരും ഉണ്ട്, ഇല്ലാന്നല്ല, ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. ഇന്നത്തെ കാലത്ത് കൂടുതൽ ഇല്ലാത്ത ആൾക്കാരെ കാണുന്നത്. നമുക്ക് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ടുള്ളവര്, പ്രോപ്പർലി ഫോളോ ചെയ്യാത്തവര്. സോ ഇന്നത്തെ കാലത്ത് അതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. സോ പർപ്പസ് എന്താണ്? ഭഗവാനെ സെർവ് ചെയ്യുക. അതിലാണ് ക്വാളിഫിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൽ മാത്രമാണ്. എവിടെ ജനിച്ചു, എങ്ങനെ ജനിച്ചു എന്നുള്ളത് വിഷയമല്ല. ചണ്ടാലനായിക്കോട്ടെ, ഇഫ് ഈസ് എ പ്യൂർ ഡിവോട്ടി, ഹീസ് വർഷിപ്പബിൾ. ഹീസ് വർഷിപ്പബിൾ ഫോർ us ആസ് എ വൈഷ്ണവ. സോ അതാണ് ശിലപ്രഭാജി നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. സോ ബ്രാഹ്മണൻ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്താണ് വൈഷ്ണവരുടെ സ്ഥാനം, ഒരു ഭക്തന്റെ സ്ഥാനം വരുന്നത്
എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരും ആക്ച്വലി ഫസ്റ്റ് ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ് ബിക്കോസ് ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ് എന്ന് പറയുന്ന സത്വഗുണത്തിലുള്ള ക്വാളിറ്റീസാ. അത് നാച്ചുറലി ഒരു ഭക്തനെ സംബന്ധിച്ച് അവർ ഡെവലപ്പ് ആക്കണം. അതുകൊണ്ട് സത്വഗുണം മിനിമം നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ആണ് ആക്ച്വലി. അവിടെ നിന്ന് പിന്നെ ശുദ്ധ സത്വഗുണത്തിലേക്ക് നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്ത് എലിവേറ്റ് ആവണം, എന്നാലേ കാര്യമുള്ളൂ. അങ്ങനെ ആവുമ്പോഴാണ് ആക്ച്വലി നമ്മളെ ഭക്തരെന്ന് വിളിക്കാൻ പറ്റുന്നത്. അതുവരെ നമ്മളെല്ലാവരും പ്രാക്ടീസിങ് ഡിവോട്ടീസ് ആണ്, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് വൺസ് നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് പ്രവേശിക്കുമ്പോൾ ദെൻ വി ക്യാൻ കോൾ us ആസ് എ പ്രോപ്പർലി ഒരു ഡിവോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇങ്ങനെ കുറെ തത്വങ്ങൾ ഇവിടെ പറഞ്ഞു. ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. എല്ലാവർക്കും ഒന്നും കൂടെ ഈ പറയുന്ന ഫിലോസഫിക്കൽ പോയിന്റ്സ് എല്ലാം ഒന്നും കൂടെ സ്പഷ്ടമാവാൻ വേണ്ടിയിട്ട് സമയമെടുത്തതാണ് ആക്ച്വലി ഈ ഒരു ശ്ലോകത്തില്. സോ ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ബാക്കി ഭഗവാന്റെ കാരുണ്യത്തോടു കൂടി നമുക്ക് നാളെ നോക്കാം. അടുത്ത ശ്ലോകം ആക്ച്വലി ഞാൻ 2 ശ്ലോകം പഠിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഓൾറെഡി സമയമായി. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇതില് എന്ന് കൂടെ നോക്കാം. അതിനുശേഷം നമുക്ക് നാളെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യഃ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീമദ് ഭഗവദ്ഗീത की जय. जगद्गुरु श्रील प्रभुपाद की जय. गौड़ीय गुरु वृंद की जय. निताय गौर प्रेमानंद. थैंक यू.